നമുക്കറിയാം ഇവിടെ നടന്നത് ഒരു ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഒരു സ്ഥലത്തും നടക്കാൻ പാടില്ലാത്ത, നമ്മളെ എല്ലാവരെയും നിരാശപ്പെടുത്തുന്ന, വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു വിദ്യാർത്ഥിയാണ് ഇവിടെ മരണപ്പെട്ടത്. ആ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പന്നിക്കിണി ഒരുക്കി അതിൽ ഇലക്ട്രിസിറ്റി കണക്ഷൻ കൊടുത്ത് അതിൽ നിന്ന് പന്നിയെ പിടിക്കാൻ വെച്ചിരിക്കുന്ന കെണിയാണ്, നിയമവിരുദ്ധമായി വെച്ചിരിക്കുന്ന കെണി. അതിൽ നിന്നുള്ള ഷോക്കേറ്റാണ് മീൻ പിടിക്കാൻ ഇറങ്ങിയ ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടത്. ഇവിടെ ആ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ രണ്ടുപേരെ ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിലാണ് ഒരു വിദ്യാർത്ഥി അടക്കം. സ്വാഭാവികമായും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾ അതിശക്തിയായി പ്രതിഷേധിക്കും. അത് വഴിക്കടവിലല്ല, കേരളത്തിൽ എവിടെയാണെങ്കിലും അതിശക്തമായി പ്രതിഷേധിക്കും. വന്യജീവി ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ അതിശക്തമായ പ്രതിഷേധം കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടാകാറുണ്ട്. ഇതൊരു കുഞ്ഞ് മരിക്കുമ്പോ തീർച്ചയായും ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഞാനും ആ കൂട്ടത്തിൽ ഇറങ്ങും പ്രതിഷേധിക്കാൻ. എല്ലാ മനുഷ്യരും, മനുഷ്യത്വമുള്ള അവരെല്ലാവരും ഇറങ്ങി അതിശക്തിയായി പ്രതിഷേധിക്കും. നമ്മുടെ സങ്കടവും നിരാശയും നമ്മുടെ ദുഃഖവും നമ്മുടെ വിഷമവും എല്ലാം നമ്മുടെ ആ പ്രതിഷേധത്തിൽ പ്രതിഫലിക്കും. അത് നമ്മള് അധികാരത്തോടും ഭരണകൂടത്തോടും അല്ലേ നമ്മൾ പ്രതിഷേധിക്കുന്നത്, നമ്മുടെ ദേഷ്യം പ്രകടിപ്പിക്കുന്നത്? അങ്ങനെയല്ലേ, ഭരണകൂടത്തോടല്ലേ? അതിനെയാണ് ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് ഈ വനംവകുപ്പ് മന്ത്രി. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഒന്നും പറയുന്നില്ല. മുതിർന്ന ആളാണ്, പ്രായമുള്ള ആളാണ്. അറിയാതെ വല്ലതും പറഞ്ഞു പോയാൽ പിന്നെ അത് മാത്രം ബാക്കിയുണ്ടാവും. ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ എന്നെ സ്വയം നിയന്ത്രിക്കുക, ഒന്നും പറയുന്നില്ല ഞാൻ. പക്ഷെ ഇങ്ങനെ ഒരു മന്ത്രി കേരളത്തിലുള്ളത് ഈ സംസ്ഥാനത്തിന് മുഴുവൻ അപമാനകരമാണ് എന്നെനിക്ക് പറയാതിരിക്കാൻ പറ്റും. ഇടത്തോടനെ പറയാണ്, ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. രാവിലെ ഫെൻസിംഗ് ഉണ്ടായില്ല, വൈകുന്നേരം ഫെൻസിംഗ് വന്നു. അപ്പൊ ഇതിന്റെ പുറകിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ വേണ്ടി UDF ശ്രമിച്ചാൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പന്നിക്കിണി ഉണ്ടാക്കി ഒരു കുഞ്ഞിനെ കൊന്ന് ആര്യാടെ ഷൗക്കത്തിന് ജയിപ്പിക്കാൻ നോക്കിയെന്നാണോ ഇയാൾ ഉദ്ദേശിച്ചത്? ഇന്ന് മാറ്റി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇന്നലെ പറഞ്ഞതുപോലെ അല്ല ഇപ്പൊ ഈ ഇവരെ വിഷ്വൽ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ട് ഇന്നലെ പറഞ്ഞത് ഒരു ഭാഗത്തും ഇന്നലെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഇന്ന് പറയുന്നത് മറ്റൊരു ഭാഗത്തോട്ട് ഇവർക്ക് കാണിക്കാൻ പറ്റും. ഇന്നലെ ഇത് പറഞ്ഞതാണ്. വേറൊരു കൂട്ടരിവിടെ പറയുന്നത് പഞ്ചായത്താണ്. കാരണം UDF ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. ഇലക്ട്രിസിറ്റി കണക്ഷൻ നിയമവിരുദ്ധമായി എടുത്ത് പന്നിക്കണി ഉണ്ടാക്കിയ പിടിക്കേണ്ടതാരാ? പഞ്ചായത്താ. പഞ്ചായത്തിന് എന്താ അധികാരമുള്ളത്? പഞ്ചായത്തിന് പിടിക്കാൻ പഞ്ചായത്തിലേക്ക് പ്രകടനം നടത്തിയത് അല്ലെ? ഞാൻ ചോദിക്കുകയാണ്, പഞ്ചായത്തിന് എന്താ അധികാരമുള്ളത്? നീ കണ്ടോ എന്ന് വിചാരിക്കട്ടെ, പഞ്ചായത്ത് മെമ്പറോ ആരെങ്കിലും പഞ്ചായത്ത് അധികാരികളോ കണ്ടോ? അവർക്ക് LCT ബോർഡിനെ അറിയിക്കാന്നല്ലാതെ പറ്റൂലോ. ഇത് പിടിക്കാൻ അധികാരമുള്ളത് 3 ഏജൻസികൾക്കാണ്. ഒന്ന് പോലീസിന് പിടിക്കാം, കാരണം നിയമവിരുദ്ധമായി ചെയ്തതാണ്. 2 ഫോറസ്റ്റ് പിടിക്കാം, കാരണം നിയമവിരുദ്ധമായി ചെയ്തതാണ്. 3 LCT ബോർഡിന് പിടിക്കാം, അവർക്ക് പിടിക്കാം അല്ലേ? ഈ 3 ഏജൻസികളും ഗവൺമെന്റിന്റെ ഏജൻസികളല്ലേ? ഈ 3 ഏജൻസികൾക്ക് അറിയാലോ ഇവിടെ നിരന്തരമായി പന്നിക്കണി വയ്ക്കുന്നുണ്ടെന്ന്. അവര് നടപടിയെടുക്കാത്ത കാര്യത്തിന് പഞ്ചായത്തിലേക്ക് മാർച്ച് ചെയ്യാൻ. ഈ ഗുരുതരമായി ഷോക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുന്ന ഷാനുവിന്റെ അമ്മ പറഞ്ഞല്ലോ മാധ്യമങ്ങളോട്, ഞങ്ങൾ ഈ കമ്പി പലപ്പോഴും ഇങ്ങനെ കണ്ടിട്ട് ഞങ്ങൾ LCT ബോർഡിൽ പരാതി കൊടുത്തു. ഒരു നടപടി LCT ബോർഡ് എടുത്തില്ല. അതുകൊണ്ടാണ് UDF പ്രവർത്തകർ ഇന്ന് LCT ബോർഡിലേക്ക് മാർച്ച് വെച്ചിരിക്കുന്നത്. അതാണ്, നിങ്ങൾ നടപടിയെടുത്തില്ല. ഈ ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്ന കുഞ്ഞിന്റെ അമ്മയടക്കം നിങ്ങളോട് പരാതി പറഞ്ഞിട്ട് നിങ്ങൾ നടപടിയെടുത്തില്ല. എന്നിട്ട് വൈദ്യുതി മന്ത്രി പറയാ വൈദ്യുതി വകുപ്പിൽ യാതൊരു ഉത്തരവാദിത്തം ഇല്ല. എന്ത് നിഷ്ക്രിയമായ ഒരു ഭരണകൂടമാണ് ഈ സംസ്ഥാനത്തിരിക്കുന്നത്. എന്നിട്ട് അത് UDFന്റെ തലയിൽ കെട്ടിവെക്കാൻ. അതിപ്പോ ഇന്ന് അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, പാലക്കാട് നീലപ്പെട്ടിയുമായി വന്നതുപോലെ നിലമ്പൂരിൽ ഒരു പന്നിക്കണിയുമായിട്ട് വന്നതാണ്. ഇങ്ങനെ ഒരു സങ്കടകരമായ ഒരു വിഷയം ഉണ്ടായിട്ട് അതെന്നാ അവരുടെ തലയിലിരിക്കട്ടെ. എന്റെ പേര് പറഞ്ഞില്ല എന്റെ ഭാഗ്യത്തിന്. പ്രതിപക്ഷ നേതാവ് ഈ ഷാജിയൊക്കെ ഇട്ട് ഗൂഢാലോചന നടത്തി, ജോയിയൊക്കെ ഇട്ട് ഗൂഢാലോചന നടത്തിയിട്ട് പന്നിക്കണി വെച്ചാണെന്ന് അതിന്റെ അപ്പുറം പറയും. പിന്നെ പ്രതിഷേധം ഉണ്ടാവില്ലേ?
ഇദ്ദേഹം ഈ പ്രതിഷേധം കാണാനില്ല. മാനന്തവാടിയില് ഒരു കടുവ പിടിച്ചു ഒരു സ്ത്രീയെ. അതിശക്തമായ പ്രതിഷേധം അവിടെ നടക്കുക. ഞങ്ങളൊക്കെ പോയി. പക്ഷെ മന്ത്രി കോഴിക്കോട് ഫാഷൻ ഷോയിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. വനം മന്ത്രി അത് ചെയ്യുന്ന ആളാ. അപ്പൊ ജനങ്ങളുടെ പ്രതിഷേധം കാണാതെ പോയി. ഇതിന്റെ അകത്ത് ഗുരുതരമായ ഒരു അനാസ്ഥ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്, പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഉത്തരവാദികളായ ആളുകൾ ആരാണ് എന്ന് അന്വേഷണം നടത്തി അവർക്കെതിരായി ശക്തമായ നടപടികൾ സ്വീകരിക്കണം. ഇനി ഒരു കുഞ്ഞിനെന്നല്ല ഒരാൾക്കും ഇതുപോലൊരു ദുരന്തം സംഭവിക്കും. ഇനി ഇതുപോലത്തെ മന്ത്രിമാർ ഈ കുടുംബത്തിനും പരിക്കുപറ്റി കിടക്കുന്ന ആളുകൾക്കും ആവശ്യമായ നഷ്ടപരിഹാരം അടിയന്തരമായി അനുവദിക്കണം. അതുകൊണ്ട് തിരിച്ചു കിട്ടുന്നതല്ല ജീവിതം, പക്ഷെ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുഞ്ഞിനെയാണ്. എന്തുമാത്രം പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അവര് വളർന്നു വലുതായി പഠിച്ചു മിടുക്കരായി വലിയ സ്ഥാനങ്ങളിൽ എത്തുന്നത് സ്വപ്നം കണ്ടാണ് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ആ സ്വപ്നങ്ങളാണ് ഈ ഷോക്കിൽ ഇല്ലാതായി പോയത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ഉത്തരവാദികളായ നിരുത്തരവാദിത്വപരമായി പെരുമാറിയ ആളുകളെ അടിയന്തരമായി അവർക്കെതിരായി നടപടികൾ സ്വീകരിക്കണം. എന്നിട്ട് ഈ വൃത്തികെട്ട രാഷ്ട്രീയ പ്രചരണം നടത്തുന്നവരുടെ വായൊന്ന് മൂടിക്കെട്ടണം ഇവരുടെ എല്ലാം. ഇതുപോലെ ഈ നാവിൽ നിന്ന് ഇനി ഇതുപോലുള്ള വാക്കുകൾ വരരുത്. അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളത് രാഷ്ട്രീയ വിഷയമാക്കാനല്ല ശ്രമിച്ചത്. തെരഞ്ഞെടുപ്പാണ്. ഏത് വിഷയം കിട്ടിയാലും ആളുകൾ രാഷ്ട്രീയ വിഷയമാണ്. ഞങ്ങൾക്ക് അതിനേക്കാളേറെ സങ്കടമാണ്. ആ കുഞ്ഞിന്റെ മുഖമാണ്, നിഷ്കളങ്കമായ ആ കുഞ്ഞിന്റെ മുഖമാണ് ഞങ്ങളുടെ എല്ലാം മനസ്സിലുള്ളത്. ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന്റെ വേദനയാണ് എല്ലാവരുടെയും മനസ്സിൽ. നടപടി എടുത്തേ മതിയാവും. ഞാൻ ഈ മാർച്ച് നടത്തിയ UDF കമ്മിറ്റിയെ ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു. ഇവിടെ എത്തിയിട്ടുള്ള നേതാക്കളെയും സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ KSCB മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും.